ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്, ഇടിച്ചക്ക തോരൻ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇതുപോലെ ഒരു ചെറിയ ചക്കയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ തോലൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അതിൽ കറയൊക്കെ അങ്ങ് പോയി കിട്ടും കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുറിക്കുന്ന സമയത്തൊക്കെ മുഴുവനും കറയായിരിക്കും. തോല് കളഞ്ഞ ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസം എടുത്താൽ ആ പ്രശ്നമില്ല. അപ്പം ഞാൻ അതിനെ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വച്ചിരുന്നത് കൊണ്ട് തന്നെ ഈ സമയത്തൊന്നും ഒട്ടിപ്പിടിക്കില്ല. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ സമയത്തെല്ലാം ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എടുക്കാനും അരിയാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊരു ടിപ്പ് കൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിനി ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മുഴുവനും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതാ ഒട്ടിപ്പിടിക്കാതെയൊക്കെ തന്നെ ഞാൻ ഇത് മുഴുവനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളൂടെ ചേർത്ത് കൊടുക്കണം. അതിന് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് മുളക് പൊടി ഒരുപാട് എരിവ് കൂടിയ മുളകായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ മുളകിൻ്റെ അനുസരിച്ച് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പും 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇത് ഒരു വിസിൽ കേൾക്കുന്നത് വരെ നമുക്കൊന്ന് വേവിക്കാം. ഒരൊറ്റ വിസിൽ കേട്ടാൽ മതിയാവും. അതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം നമുക്ക് തുറക്കാം. അപ്പോൾ ചക്ക അവിടെ കുക്കറിൽ വേകുന്ന നേരത്തിന് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനൊരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3 ചെറിയ ഉള്ളി, 1/4 ടേബിൾ സ്പൂൺ ജീരകം, സാധാരണ ജീരകമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ 1 കപ്പ് തേങ്ങ കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ തോരനാണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഡ്രൈ ആയിരിക്കണം. അതുകൊണ്ട് വെള്ളമൊന്നും ചേർക്കണ്ട. വെള്ളം ചേർക്കാതെ തന്നെ ഇതുപോലെ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതിയായിരിക്കും. എല്ലാം ഒന്ന് പൊടിഞ്ഞ് മിക്സായി കിട്ടുക, അത്രയും മാത്രം മതി. അപ്പോൾ നമ്മുടെ ചക്ക വെന്ത് വന്നിട്ടുണ്ട്. 1 വിസിൽ കേട്ടപ്പോൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനെ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഇതുപോലെ ഒരു സ്മാഷർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. അമ്മിക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ അമ്മിക്കല്ലിൽ വെച്ചിട്ട് ചെയ്താലും മതിയാവും. ഇല്ലയെന്നുണ്ടെങ്കിൽ മാഷർ വെച്ചിട്ട് ചെയ്താലും മതിയാവും. അപ്പോൾ അതാ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ചിക്കനൊക്കെ തോരൻ ഉണ്ടാക്കാൻ എടുത്ത് വയ്ക്കുന്ന പോലെ തന്നെ ആണ് നമ്മുടെ ഈ ചക്കയും ഇരിക്കുന്നത്. അപ്പോൾ ഇതാ പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അതൊന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇതുകൂടി തോരനിൽ കടിക്കാൻ കിട്ടുമ്പോൾ വളരെ ടേസ്റ്റിയാണ്. ഇതുപോലെ ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കടുക് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കടുകാണ് ചേർത്തിരിക്കുന്നത്. ആവശ്യത്തിന് വറ്റൽമുളക് ഞാനിവിടെ 2 എണ്ണം മുറിച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കറിവേപ്പില, ഇതിൻ്റെ അളവ് വ്യത്യാസപ്പെടുത്താം. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഇടിച്ചക്ക, നമ്മൾ ഇടിച്ച് വെച്ചിരിക്കുന്ന ചക്ക കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ എണ്ണയൊക്കെ ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തണം. വേവിച്ചത് തന്നെയാണ്, അതുകൊണ്ട് ഒരുപാട് നേരമൊന്നും ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ തോരനൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും നമ്മുടെ ഈ ഇടിച്ചക്ക തോരനും ഉണ്ടാവുക. അതുകൊണ്ടാണ് മസാല കൂടി ചേർത്ത് കൊടുത്തത്. അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ മസാല ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന അരപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ അരപ്പ് ഒന്ന് വേകണം. ആ സമയം വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അല്ലാതെ ചക്ക നേരത്തെ നമ്മൾ വേവിച്ചത് കൊണ്ട് തന്നെ
അതിന് വലിയ വേഗില്ല. ഒരു 2 മിനിറ്റ് ചെറു തീയിലിട്ട് കുറച്ച് നേരം വെച്ചിരുന്നാൽ മതിയാവും. അപ്പോൾ നമ്മുടെ അരപ്പൊടി വെന്ത് കിട്ടും. അപ്പോൾ ഉപ്പ് നമ്മൾ വേവിച്ചപ്പോൾ ഇട്ടിരുന്നു, പക്ഷേ ഇപ്പോൾ ഉപ്പ് ലേശം കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തു. നിങ്ങളുടെ അളവിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഒരു 2 മിനിറ്റ് നമുക്ക് ഇതുപോലെ തന്നെ ചെറു തീയിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഇടിച്ചക്ക തോരൻ ഇവിടെ റെഡിയാണ്. 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റിയാണ്. മസാലയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഒരു ചിക്കൻ തോരനൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. മുതിർന്നവർക്കൊക്കെ അറിയാവുന്ന റെസിപ്പി ആയിരിക്കും, എന്നാലും അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാണ്. ചക്ക അരിഞ്ഞെടുക്കുന്നതാണ് പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതുപോലെ തന്നെ തോലൊക്കെ നേരത്തെ കളഞ്ഞു വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ കറയൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പോൾ നമുക്ക് അരിഞ്ഞെടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ അടുത്തൊരു റെസിപ്പിയായിട്ട് ഉടനെ തന്നെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.